നമസ്കാരം. കർഷക സമരത്തിന് തൊട്ടു പിന്നാലെ രാജ്യവ്യാപകമായി ദേശീയ തലത്തിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കർഷക ട്രേഡ് യൂണിയൻ സംഘടനകൾ. ഫെബ്രുവരി 16-ാം തീയതിയാണ് ഗ്രാമീൺ ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംയുക്ത കിസാൻ മോർച്ച, സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ എന്നിവയാണ് ഈ ഒരു ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് കർഷക സംഘടനകൾ കൂടി ബന്ദിൽ അണിചേരണമെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതൃത്വം രാജ്യമെമ്പാടുമുള്ള സംഘടനകളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഫെബ്രുവരി 16-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാന റോഡുകളെല്ലാം കർഷകർ ഉപരോധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. വെള്ളിയാഴ്ച പഞ്ചാബിലെ സംസ്ഥാന ദേശീയ പാതകൾ 4 മണിക്കൂറോളം അടച്ചിടും എന്നുകൂടി പറയപ്പെടുന്നു. ഗതാഗതം, കാർഷിക പ്രവർത്തനങ്ങൾ, തൊഴിലുറപ്പ് ജോലികൾ, സ്വകാര്യ ഓഫീസുകൾ, ഗ്രാമീണ വ്യവസായ സർവീസുകൾ എന്നിവയെ ബന്ദ് ബാധിക്കും എന്ന് തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. അതേസമയം തന്നെ ആംബുലൻസ്, പത്രവിതരണം, വിവാഹം, മെഡിക്കൽ ഷോപ്പുകൾ, വിദ്യാർത്ഥികളുടെ പരീക്ഷ എന്നിവയെ ബന്ദിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. അങ്ങനെ കർഷക സമരത്തിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ നിശ്ചലമാക്കുന്നതിന് വേണ്ടി തന്നെ കർഷകരുടെ ഭാഗത്തു നിന്നും ഒരു ബന്ദ് ഉണ്ടായിരിക്കുകയാണ്. വിവിധ സംഘടനകൾ ഇതിൽ അണിചേരുകയാണെങ്കിൽ, ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ സംഘടനകൾ, രാജ്യമെമ്പാടുമുള്ള കർഷക കൂട്ടായ്മകൾ ഇതിലേക്ക് അണിചേരുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു വലിയ ബന്ധായി തന്നെ മാറുമെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും നിരവധി സർവീസുകൾ, നിരവധി സേവനങ്ങളൊക്കെ തടസ്സപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അവശ്യ സർവീസുകൾ ഒഴികെ ബാക്കി എല്ലാത്തെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.